നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ നിർണായകമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ അടിത്തറയായ വോട്ടവകാശത്തെ ബാധിക്കുന്ന ഒന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ SIR, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന്? എന്താണിത്? എന്തിനാണ് കേരള സർക്കാർ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അങ്ങ് സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നത്? വാ, നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ വിഷയം എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ കേരള സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കേട്ടാൽ മതി: സ്തംഭനാവസ്ഥ. അതെ, ഒരു ഡെഡ്ലോക്ക്. ഭരണപരമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിലുണ്ടായ ഒരു വലിയ പരാജയം കാരണം ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറുമൊരു ടെക്നിക്കൽ വെരിഫിക്കേഷൻ അതെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തെ മുഴുവൻ പിടിച്ചുകുരിക്കുന്നത്? ഈ ചോദ്യമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സാധാരണയായി എന്താ സംഭവിക്കാറ്? ഇലക്ഷൻ കമ്മീഷൻ ഒരു നിർദ്ദേശം കൊടുത്താൽ സംസ്ഥാനങ്ങൾ അതങ്ങ് അനുസരിക്കും, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കേരളം ഒരു പടി കൂടി മുന്നോട്ടു പോയി നേരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പല്ലേ ഇതിനു പിന്നിലുള്ള കാരണങ്ങൾ അത്ര നിസ്സാരമായിരിക്കില്ല? അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭരണഘടനാപരമായ പോരാട്ടമാണ്. ഒരു വശത്ത് സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ, മറുവശത്ത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ, രണ്ടും തമ്മിൽ നേർക്കുനേർ വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ നിയമപരമായ വശങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. രണ്ട് കൂട്ടർക്കും പറയാൻ ന്യായങ്ങളുണ്ട് കേട്ടോ. കേരള സർക്കാർ പറയുന്നത്, നോക്കൂ, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, അതിന്റെ തിരക്കിനിടയിൽ ഇത്രയും വലിയൊരു പണി കൂടി ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നാണ്. അത് ശരിയാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ജനാധിപത്യം സുതാര്യമാവണമെങ്കിൽ വോട്ടർ പട്ടിക ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, അതിന് ഈ പരിശോധന നടത്തിയേ പറ്റൂ എന്നാണ്. അതും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണെങ്കിൽ പിന്നെ എവിടെയാണ് യഥാർത്ഥ പ്രശ്നം? നമുക്ക് കണക്കുകളിലേക്കൊന്ന് നോക്കാം. അപ്പൊ കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് വേണ്ടത് ഏകദേശം 1,75,000 ഉദ്യോഗസ്ഥരാണ്. ഒരു വലിയ സംഖ്യയാണത്. അതിന്റെ കൂടെയാണ് ഈ SIRന്റെ പണിക്ക് വേണ്ടി വേറെ ഒരു 25,000-ൽ കൂടുതൽ ആൾക്കാരെ വേണ്ടിവരുന്നത്. അപ്പോൾ ഒരേ ഉദ്യോഗസ്ഥർ ഒരേ സമയം ഈ രണ്ട് ഭീമൻ ജോലികളും എങ്ങനെ ചെയ്യും? ഇതാണ് കേരളം ചോദിക്കുന്ന ഏറ്റവും പ്രാക്ടിക്കലായ ചോദ്യം. ശരി, അപ്പോൾ ഇത്രയും വലിയൊരു കോലാഹലത്തിന് കാരണമായ ഈ സർ എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണ്? എന്താ ഇതിനിത്ര പ്രാധാന്യം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല്, സർ എന്ന് പറയുന്നത് ഒരു സാധാരണ വോട്ടർ പട്ടിക പുതുക്കലല്ല. അതിനെ ഒരു ഫോറൻസിക് ഓഡിറ്റായിട്ട് തന്നെ കാണണം. അതായത് ഉദ്യോഗസ്ഥർ ഓരോ വീട്ടിലും നേരിട്ട് വരും, എന്നിട്ട് വോട്ടർ പട്ടികയിലെ ഓരോ പേരും ഓരോ വിവരവും ഒന്നൊന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തും. അത്രയ്ക്കും ഡീറ്റെയിൽഡായ ഒരു പ്രോസസ്സാണിത്. ഇവിടെയാണ് നമ്മൾ പ്രധാന വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ASR, അതായത് വർഷാവർഷം നടക്കുന്ന പുനഃപരിശോധന, അത് വെറും റൂട്ടീൻ മെയിന്റനൻസ് പോലെയാണ്. 18 വയസ്സ് കഴിഞ്ഞവരെ ചേർക്കുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. പക്ഷേ SIR അങ്ങനെയല്ല. അത് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ പൊടിയും അഴുക്കും, അതായത് തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു ഗ്രാൻഡ് ഡീപ്പ് ക്ലീനിംഗ് ഓപ്പറേഷനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡീപ്പ് ക്ലീനിംഗ് ഇപ്പോൾ ആവശ്യമായി വരുന്നത്? കാരണം കഴിഞ്ഞ 20 വർഷം കൊണ്ട് നമ്മുടെ വോട്ടർ പട്ടികയിൽ പല പ്രശ്നങ്ങളും കയറിക്കൂടിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, മരിച്ചുപോയ ഒരുപാട് പേർ ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. ആളുകൾ താമസം മാറുമ്പോൾ പഴയ സ്ഥലത്തെ വോട്ട് മാറ്റാറില്ല. ചിലർക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിലെ പിഴവുകൾ മൊത്തത്തിലൊന്ന് ശരിയാക്കിയെടുക്കാനാണ് ഈ SIR അത്യാവശ്യമായി വരുന്നത്. ഈ ഓഡിറ്റിന്റെ ഉദ്ദേശമൊക്കെ നല്ലതാണ്. പക്ഷേ സാധാരണക്കാരായ നമുക്കിത് വലിയൊരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട്. അതിനു പിന്നിലൊരു കാരണമുണ്ട്: ഒരു ഡേറ്റാഭൂതം. അതും 2002-ൽ നിന്നുള്ള ഒന്ന്. ഒന്ന് ഓർത്തുനോക്കൂ, അവസാനമായി ഇത്രയും വലിയൊരു പരിശോധന നടന്നതെന്നാണെന്നോ? 2002-ല്. ഇപ്പോൾ 23 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്തൊരെണ്ണം വരുന്നത്. ഈ 23 വർഷത്തെ വലിയ ഗ്യാപ്പാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷനുകൾക്കെല്ലാം കാരണം. ഇനിയിപ്പോ സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കുമെന്നല്ലേ? ഇതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. 2002-ലെ നിങ്ങളുടെ വോട്ടർ ഐഡിയിലെ ബൂത്ത് നമ്പറോ സീരിയൽ നമ്പറോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സാധ്യതയില്ല, അല്ലേ? എന്നാൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോ ഈ പഴയ ഡാറ്റ വെച്ച് വെരിഫൈ ചെയ്യാനാണ് സാധ്യത. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോയെന്ന് വരാം. അത് നമ്മുടെ വോട്ടവകാശം തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു ടാസ്ക് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അതിനവർ 2 വഴികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഏറ്റവും പുതിയ ടെക്നോളജി,
2 നമ്മുടെ പഴയ രീതിയിലുള്ള നേരിട്ടുള്ള പരിശോധന. രണ്ടും ഒരുമിച്ച്. ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കാണുന്നത് വെറുമൊരു വെരിഫിക്കേഷനായിട്ടല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വോട്ടർ പട്ടിക ശുദ്ധീകരണ യജ്ഞം, അതാണ് അവരുടെ ലക്ഷ്യം. അത്രയും വലിയൊരു കാര്യത്തിന് തീർച്ചയായും അവർക്ക് ഏറ്റവും പവർഫുള്ളായ പുതിയ ടൂളുകൾ തന്നെ വേണ്ടിവരും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, പിന്നെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള പുതിയ ആയുധങ്ങൾ. കോടിക്കണക്കിന് വോട്ടർമാരുടെ ഡേറ്റ വളരെ എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ ഈ ടെക്നോളജി സഹായിക്കും. അപ്പോൾ ഈ AI സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്? അത് പ്രധാനമായും 2 തരം പ്രശ്നങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് DSC എന്ന് പറയും, അതായത് പേരും അച്ഛന്റെ പേരും വയസ്സുമൊക്കെ ഏകദേശം ഒരുപോലെയുള്ള എൻട്രികൾ. 2 PSC. ഇത് ഫോട്ടോ വെച്ചുള്ള കളിയാണ്. ഒരേ ഫോട്ടോ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ വോട്ട് ചേർത്തിട്ടുണ്ടോന്നിത് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ പൊക്കുന്നത്. ഈ ടെക്നോളജി എത്രത്തോളം എഫക്റ്റീവാണെന്നറിയണോ? രാജ്യത്തുടനീളം ഇതുപയോഗിച്ച് ഏകദേശം 1 കോടി, അതെ 1 കോടി ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികളാണ് ഇതുവരെ കണ്ടെത്തി തിരുത്തുകയോ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്. ഇതൊരു ചെറിയ സംഖ്യയല്ല, അല്ലേ? പക്ഷേ ടെക്നോളജി മാത്രം വിശ്വസിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. അവിടെയാണ് മനുഷ്യന്റെ റോൾ വരുന്നത്. നിയമമനുസരിച്ച് ഓരോ വോട്ടറെയും ഒരു ബൂത്ത് ലെവൽ ഓഫീസർ, നമ്മൾ BLO എന്ന് വിളിക്കുന്നയാള്, നേരിൽ കണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതായത് AI ഒരു സംശയം കണ്ടെത്തിയാൽ പോലും BLO നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് ശരിയാണോന്ന് പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേര് നീക്കം ചെയ്യുകയുള്ളൂ. അതൊരു വലിയ സുരക്ഷയാണ്. ഇനി നമുക്ക് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലേക്ക് വരാം. നമുക്കറിയാമല്ലോ, ലോകത്തിന്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോ ഈ വെരിഫിക്കേഷൻ പ്രോസസ് അവരെ എങ്ങനെയാണ് ബാധിക്കുക? വിദേശത്തുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ, വിഷമിക്കേണ്ട. നിങ്ങളെ വോട്ട് സംരക്ഷിക്കാൻ വഴിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഫോം 6A ഫിൽ ചെയ്ത് ഒരു ഓവർസീസ് വോട്ടറായി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ടിന്റെയും വിസയുടെയും കോപ്പികൾ വെച്ച് ഓൺലൈനായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് സുരക്ഷിതമായിരിക്കും. ഓക്കേ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ ഈ വലിയൊരു പ്രക്രിയയ്ക്കിടയിൽ നിങ്ങളുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? ഈ 3 ഫോമുകളുടെ പേരുകൾ ഒന്നോർത്തുവെച്ചോളൂ. ഫോം 6 പുതിയതായി വോട്ട് ചേർക്കാൻ, നിങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഫോം 7 ആരുടെയെങ്കിലും പേര് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ആക്ഷേപമുന്നയിക്കാനോ ഉള്ളതാണ്. ഉദാഹരണത്തിന് മരിച്ചുപോയ ആളുടെ പേര് നീക്കം ചെയ്യാൻ. പിന്നെ ഫോം 8 ഇത് നിങ്ങളുടെ നിലവിലുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനാണ്. അഡ്രസ്സ് മാറിയാലോ പേരിൽ തെറ്റുണ്ടെങ്കിലോ ഒക്കെ. ഈ ഫോമുകൾ ശരിയായ സമയത്ത് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു സംഭവം പറയാം. അടുത്ത കാലത്ത് ഒരു മേയർ സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പോയി. അദ്ദേഹം കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ ചോദിച്ചതെന്നറിയാമോ? കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെട്ടില്ല എന്നായിരുന്നു ചോദ്യം. കൃത്യസമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ കോടതിക്ക് പോലും സഹായിക്കാൻ കഴിയില്ല. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഒന്നേയുള്ളൂ: നമ്മുടെ വോട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ തന്നെ അത് സംരക്ഷിക്കണം. അപ്പോ അവസാനം നമ്മൾ ഈയൊരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് വോട്ടർ പട്ടിക ക്ലീനാക്കി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ളൊരു ശ്രമം, മറുവശത്ത് ഈ ടെക്നോളജിയുടെയും നിയമങ്ങളുടെയും നൂലാമാലകളിൽപ്പെട്ട് സാധാരണക്കാരായ ആളുകളുടെ വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇത് ജനാധിപത്യത്തിന്റെ ഭാവിയെ ഉറപ്പിക്കുന്നൊരു ചുവടുവെപ്പാണോ, അതോ സാധാരണ പൗരന് താങ്ങാനാവാത്ത ഒരു ടെക്നിക്കൽ കടമ്പയാണോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?